കുടിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. എന്തിനാന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. കല്ലൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടിക്കും, നെറ്റി പൊട്ടും, കൈ മുറിയും. പക്ഷെ അവർ ഭയങ്കര കൂട്ടുകാരുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പഴയ മദ്യസുഹൃത്തുക്കളുണ്ടല്ലോ. MBF ലൈഫ് റിക്കവറി പ്രോഗ്രാമിന്റെ ഈ സന്ദേശം വളരെ ലളിതമാണ്. മോചനം സാധ്യമാണ്, പ്രത്യാശ യാഥാർത്ഥ്യമാണ്. ഓരോ പുതിയ ദിവസവും പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു പടിയാണ്. MBF ലൈഫ് റിക്കവറി പ്രോഗ്രാം 4ാമത്തെ മൊഡ്യൂളിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 3 എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവുണ്ടായിട്ട് ഒന്ന് കാണണമേ എന്ന് അഭ്യർത്ഥിക്കുകയും, ഇത് നിങ്ങൾക്കേറെ പ്രയോജനകരമായതുകൊണ്ടും നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ചിലരൊക്കെ രക്ഷപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ടും ദയവുണ്ടായിട്ട് ഇത് മറ്റുള്ളവരുമായിട്ട് പങ്കിടുകയും, ഇതുവരെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമേ എന്ന് താഴ്മയോടെ ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ 4ാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണ്. മോചനത്തിലേക്കുള്ള യാത്ര, വിഡ്രോയൽ, ക്രേവിങ്സ്, അതുപോലെ റിലാപ്സ് പ്രിവെൻഷൻ, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ലഹരിയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള സയന്റിഫിക് ആയിട്ടുള്ളതും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആമുഖമായിട്ട്, ഒരു വ്യക്തി മദ്യമോ മയക്കുമരുന്നോ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന ദിവസം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ്. എന്നാൽ അതോടെയാണ് യഥാർത്ഥ പോരാട്ടം ആരംഭിക്കുന്നതും. വർഷങ്ങളോളം ലഹരിയുമായി പൊരുത്തപ്പെട്ട ശരീരവും മനസ്സും പെട്ടെന്ന് അതില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ പലവിധ ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ അനുഭവപ്പെടും. ഇവയാണ് നമ്മൾ വിഡ്രോയൽ സിംറ്റംസ് എന്ന് പറയുന്നത്. പലരും ഈ ലക്ഷണങ്ങളെ ഭയന്ന് വീണ്ടും മദ്യപിക്കാനായിട്ട് തുടങ്ങും. ഇവ ശരീരവും മസ്തിഷ്കവും ആരോഗ്യത്തിലേക്ക് മടങ്ങാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളിൽ വലിയൊരു പ്രത്യാശ വളരുക തന്നെ ചെയ്യും. ശരിയായ ചികിത്സയും കുടുംബ പിന്തുണയും കൗൺസിലിംഗിൽ ലഭിച്ചാൽ ഈ ഘട്ടം വളരെ വിജയകരമായിട്ട് കടന്നു പോകാനായിട്ട് സാധിക്കും. ഇനി ഒന്നാമതായിട്ട്, എന്താണ് വാസ്തവത്തിൽ വിഡ്രോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീർഘകാലമായി മദ്യം ഉപയോഗിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് ഈ മദ്യപാനം അങ്ങ് നിർത്തിയാണെന്ന് വിചാരിച്ചോ, അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന പ്രതികരണങ്ങളെയാണ് നമ്മൾ വിഡ്രോവൽ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്മാറ്റ അവസ്ഥ, നമ്മൾ പിന്മാറി വരാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അപ്പം മസ്തിഷ്കം വർഷങ്ങളായി മദ്യത്തിന്റെ സാന്നിധ്യത്തോട് പൊരുത്തപ്പെട്ടിരിക്കുകയായിരുന്നു. മദ്യം ഇല്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ പുകവലി ഇല്ലാതെയാകുമ്പോൾ, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇല്ലാതെയാകുമ്പോൾ നമ്മുടെ മസ്തിഷ്കം വീണ്ടും സ്വാഭാവിക നിലയിലേക്ക് മടങ്ങാനായിട്ട് ശ്രമിക്കുന്നു. ഈ ക്രമീകരണ കാലത്തെയാണ് വിവിധ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. വിഡ്രോവൽ ഒരു പരാജയമല്ല, അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് ശരീരം സുഖം പ്രാപിക്കാൻ ആരംഭിക്കുന്ന ഒരു സൂചനയാണ്. നമ്മൾ നന്നാകുന്നു എന്നതിൻ്റെ ഒരു പ്രത്യക്ഷമായ തെളിവാണ് നമ്മുടെ ഈ വിഡ്രോവൽ സിംറ്റംസ് എല്ലാം തന്നെ. രണ്ടാമതായിട്ട്, ഈ വിഡ്രോവൽ സിംറ്റംസ് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് ചെറിയ അസ്വസ്ഥതകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ചിലർക്കാകട്ടെ ഗുരുതരമായ ലക്ഷണങ്ങളും ഉണ്ടായേക്കാം. അപ്പം ഞാൻ മദ്യപാനം നിർത്തിയിട്ട് എനിക്ക് വിഡ്രോവൽ സിംറ്റംസ് ഇല്ലെങ്കിൽ ഞാൻ നിർത്തിയില്ലെന്നല്ല അർത്ഥം. അത് ചില ആളുകൾക്ക് അതുണ്ടാകും, ചില ആളുകൾക്ക് കടുപ്പിച്ച് ഉണ്ടാകും. സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൈ വിറയ്ക്ക്, എങ്ങനെ വിറയ്ക്കും. ഇവിടെ ഡി അഡിക്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾ 2-3 ദിവസം കുടിക്കാതെ ഇരിക്കുമ്പോഴത്തേക്ക് നല്ല കുടിയന്മാരാന്ന് വെച്ചാൽ നന്നായിട്ട് മദ്യപിക്കുകയോ അല്ലെങ്കിൽ അതേപോലെ രാസലഹരികളൊക്കെ ഉപയോഗിച്ച ആളുകൾ അവരിങ്ങനെ വിറയ്ക്കുന്നതാണ്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ക്ലാസ്സിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല വിറയൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അമിതമായിട്ടുള്ള വിയർപ്പ്, അതേപോലെ അവർക്ക് ഭയങ്കര ഉത്കണ്ഠയായിരിക്കും. അവർക്ക് ഉറക്കക്കുറവുണ്ടാവും. ചിലപ്പോൾ ചില ആളുകൾക്ക് തലവേദന, ഇരിക്കാൻ വയ്യാന്ന് പറയും. ചില ആളുകൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോയി ഓക്കാനം വരുന്നു, ഛർദ്ദിക്കണമെന്ന് തോന്നുക. ഛർദ്ദിച്ചോണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഛർദ്ദിക്കണമെന്ന് തോന്നുന്ന ഒരു തികട്ടി വരലൊക്കെ ഉണ്ടാവും. വേറെ ചില ആളുകൾക്ക് ഈ ഹാർട്ടിൻ്റെ ബീറ്റ്, ഈ ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരിക. അതേപോലെ ചില ആളുകൾക്ക് വിശപ്പുണ്ടാകുകയില്ല, തീരെ വിശപ്പിലായിരിക്കും. അപ്പം ഇതെല്ലാം കൂടെ കാണുന്ന സമയത്ത് ഒരു വ്യക്തി ഇയാൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ഭയം അതുണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഈ മദ്യപാനമോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്ന നിർത്തലാക്കിയിട്ട് 24 മണിക്കൂർ മുതൽ 72 മണിക്കൂറിനുള്ളിലായിട്ടാണ് സാധാരണയായിട്ട് ഇത് കാണാൻ സാധ്യതയുള്ളത്. അത് കഴിയുമ്പോൾ അതിനൊക്കെ മാറ്റം വരും. മൂന്നാമതായിട്ട്, ഗുരുതര വിഡ്രോവൽ. ചില സാഹചര്യങ്ങളിൽ ഈ വിഡ്രോവൽ എന്ന് പറയുന്നത് ജീവന് അപകടകരമാകാം. നമ്മളതിനെ നിസ്സാരമായിട്ട് കാണണ്ട. അപ്പം മുന്നറിയിപ്പ് ലക്ഷണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് ഈ വിഡ്രോവലിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്നുള്ളത്. ചില ആളുകൾക്ക് ഫിറ്റ്സ് വരാം എന്ന് പറഞ്ഞാൽ അപസ്മാരം പോലെ.
അതുപോലെ തന്നെ അവർ തല ചുറ്റുന്നു, ആകെ ഒരു അങ്കലാപ്പ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെ ഒരു വിമ്മിഷ്ടം, ഒരു ഭ്രമം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെയുള്ളത്. അതുപോലെ തന്നെ കടുത്ത ഒരു ആശയക്കുഴപ്പം, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ഇരുന്നാൽ ഇരിപ്പ് ഉറയ്ക്കൂല, നടന്നാൽ നടപ്പ് ഉറയ്ക്കൂല, ആരോടും മിണ്ടുന്ന ഇഷ്ടമല്ല, മറ്റുള്ളവർ സംസാരിക്കാൻ വരുമ്പോൾ ദേഷ്യം വരിക, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഉയർന്ന തരത്തിലുള്ള പനി ചില ആളുകൾക്ക് വരാം. അപ്പം ഇതെല്ലാവർക്കൊന്നും വന്നോണമെന്നില്ല. അതുപോലെ മദ്യപാനത്തിൽ ഏർപ്പെട്ടിട്ട് അത് നിർത്തണമെന്ന് അത്യന്തം ആഗ്രഹമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്പം നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, ആശുപത്രിയിൽ പോവുകയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നിയന്ത്രിക്കാനാവാത്ത വിറയലോ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ലക്ഷങ്ങളോ കണ്ടാൽ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഈ ചെപ്പിടി വിദ്യ കൊണ്ട് അവരെ നിർത്താൻ ശ്രമിക്കരുത്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നാടൻ വൈദ്യം കൊണ്ടൊന്നും ചികിത്സിക്കാൻ നിൽക്കരുത്. ഉടനെ തന്നെ അവരെ ആശുപത്രിയിൽ എത്തിക്കണം. ക്രേവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിഡ്രോവൽ കുറഞ്ഞതിന് ശേഷവും വീണ്ടും മദ്യം കഴിക്കണമെന്ന ശക്തമായ ഒരാഗ്രഹം അത്തരക്കാരിലുണ്ടാകും. ഇതിനെയാണ് നമ്മളെ ക്രേവിങ്സ് എന്ന് പറയുന്നത്. ഞാൻ കുടി നിർത്തി, പക്ഷേ എനിക്ക് പിന്നെയും വലിയൊരു ആർത്തി, ഇത് വേണമെന്നുള്ളത്. അപ്പം ക്രേവിങ്സ് സാധാരണയായിട്ട് ഏതാനും മിനിറ്റുകൾ മാത്രമേ നീണ്ടു നിൽക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. മാക്സിമം പോയാൽ 5 മിനിറ്റ്. 5 മിനിറ്റിനുള്ളിൽ അവരങ്ങ് ഭ്രാന്തന്മാരെ പോലെ എനിക്കിപ്പോൾ വേണം എന്നൊക്കെ പറയും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് വളരെ സ്വാഭാവികമായിട്ട് പിന്നെ വേണ്ടാന്ന് വെക്കുകയും ചെയ്യും. അപ്പം അത് കണ്ടിട്ടാരും മദ്യം മേടിച്ചുകൊണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥം മേടിച്ചുകൊണ്ട് കൊടുക്കാനോ ശ്രമിക്കണ്ട എന്നാണ് അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാത്ത പക്ഷം അത് വീണ്ടും മദ്യപാനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ 5 മിനിറ്റ് നേരമോ അല്ലെങ്കിൽ 6 മിനിറ്റ് നേരമോ അവരുടെ മനസ്സിൻ്റെ ചിന്തകളെ നമ്മളൊന്ന് മാറ്റാനായിട്ട്, അവർക്ക് ഉല്ലാസം കൊടുക്കുന്ന മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് അവരുടെ മനസ്സിൻ്റെ നിലവാരത്തെ ഒന്ന് കൊണ്ടെത്തിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം ഈ ക്രേവിങ്സ് എന്ന് പറയുന്നത് ഒരു ഉത്തരവല്ല, നമ്മളോട് കമാൻഡ് പറയുന്നതല്ല, അതൊരു വികാരമാണ്, ഒരു ഫീലിംഗ് ആണ്. അത് വന്നതുപോലെ തന്നെ അങ്ങ് പോയിക്കോളും. നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാകുകയേ വേണ്ട. 5ാമതായിട്ട് ഈ ക്രേവിങ് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം. 1, ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ. അതിനകത്ത് വിശപ്പ്, ഉറക്കക്കുറവ്, ക്ഷീണം, മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതായത് കോപം, വിഷാദം, ഉത്കണ്ഠ, ഏകാന്തത, ഇങ്ങനെയൊക്കെയുള്ള ചില കാരണത്താലാണ് ഈ ക്രേവിങ്സ്, എനിക്കിത് വീണ്ടും കുടിക്കണം എന്ന് തോന്നുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ വ്യക്തിയുടെ കൂടെ ഞാനുണ്ട്, ഐ ആം വിത്ത് യു, നിൻ്റെ കൂടെ ഞാനുണ്ട്, നിന്നെ സഹായിക്കാൻ ഞാനുണ്ട്, നീ വിഷമിക്കണ്ട, നിൻ്റെ ഒപ്പം അച്ഛനുണ്ട്, അമ്മയുണ്ട്, അല്ലെങ്കിൽ ചേട്ടനുണ്ട്, ഭാര്യ പറയണം ഞാനുണ്ട് ഏട്ടാ എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഏകാന്തത വളരെ ചില സമയത്തൊക്കെ അവർ ആഗ്രഹിക്കും. ഇനി ഇതിൻ്റെ സാമൂഹ്യമായിട്ടുള്ള ചില കാരണങ്ങൾ കൂടെ പറയാം ഈ ക്രേവിങ്സ് വരാനായിട്ട്. ഈ കുടിയന്മാരായിട്ടുള്ള ആളുകൾ ഒറ്റയ്ക്കല്ലല്ലോ കുടിക്കുന്നത്. അവർക്ക് കൂടുതൽ ആളുകൾക്കും 1-2% ആളുകൾ ഒറ്റയ്ക്കിരുന്ന് കുടിക്കുന്നതായിരിക്കും അവർക്ക് താല്പര്യം. എന്നാൽ കൂടുതൽ ആളുകൾക്കും ഈ സുഹൃത്തുക്കളോടൊപ്പം ഉള്ളൊരു കുടിയാണ്. അവരുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ഇവിടെ കോഴിക്കോട് ജില്ലയിലെ മുക്കം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഇവിടെ 2 പേര് കുടി നിർത്താനായിട്ട് വന്നു. അപ്പം അവർ തമ്മിൽ ഇവിടെ വന്നതിന് ശേഷം അവർ പറഞ്ഞതാണ്, ഇവർ 2 പേരും കുടിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. എന്തിനാണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. കല്ലൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടിക്കും, നെറ്റി പൊട്ടും, കൈ മുറിയും. പക്ഷെ അവർ ഭയങ്കര കൂട്ടുകാരുമാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ പഴയ മദ്യസുഹൃത്തുക്കളുണ്ടല്ലോ, അവർ ഈ വ്യക്തി മദ്യപാനം നിർത്തിയെന്ന് കാണുകയും അയാൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ കാണുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അറിയുകയോ ചെയ്തിട്ട് അവർ ഓടി വരും ഈ സാധനമായിട്ടൊക്കെ വന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇവരെ പിന്നെയും തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാനായിട്ട് ശ്രമിക്കും. അവർ പറയും നമുക്കൊന്ന് ആഘോഷിക്കാം എന്നൊക്കെ പറയുന്ന അവസ്ഥ. ഈ പഴയ മദ്യസുഹൃത്തുക്കൾ ആഘോഷങ്ങൾ നടത്താനായിട്ട് വരുമ്പോൾ അവരെ നമ്മൾ അകറ്റി നിർത്തണം. ഒരു കാരണവശാലും അങ്ങനെയുള്ളവരുമായിട്ട് ഈ പ്രിയപ്പെട്ടവരെ ബന്ധിപ്പിക്കരുത് എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ മദ്യപിക്കുന്ന അന്തരീക്ഷം നമ്മൾ ഒരിക്കലും അവിടെ ഉണ്ടാക്കരുത്. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും മദ്യം കുടിക്കണമെന്ന് തോന്നലുണ്ടാകുന്ന 3 പ്രധാന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കുക. അത് നിങ്ങളൊന്ന് എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 6ാമത്തെ കാര്യം പറയാൻ പോകുന്നത്. ഹോൾട്ട് നിയമം എന്ന് പറയും. ഈ ക്രേവിങ്സ് അല്ലെങ്കിൽ മദ്യപിക്കണം എന്നുള്ളൊരു തീവ്രമായ കൊതി വന്നാൽ ആദ്യം സ്വയം ചോദിക്കേണ്ടതായിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. അതിനെയാണ് ഹോൾട്ട് എന്ന് പറയുന്നത്. 1, എനിക്ക് വിശക്കുന്നുണ്ടോ? ആം ഐ ഹംഗ്രി? ഞാൻ വിശപ്പുള്ളവനാണോ? എനിക്ക് വിശക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. 2, എനിക്ക് ദേഷ്യമുണ്ടോ? കോപമുണ്ടോ? എനിക്ക് കോപമുണ്ടോ? എന്ന് പറയുന്നത് ആംഗ്രി. ഞാൻ ഏകാന്തത അനുഭവിക്കുകയാണോ? ആം ഐ ലോൺലിനെസ്? ഞാൻ ഏകാന്തതയിലാണോ? അടുത്തത് ആം ഐ ടയേർഡ്? ഞാൻ
അമിതമായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണോ? അപ്പം ഈ ഹാൾട്ടിൻ്റെ ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം, ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണോ, ഞാൻ ഏകാന്തത അനുഭവിക്കുന്നുണ്ടോ, എനിക്ക് ദേഷ്യമുണ്ടോ, എനിക്ക് വിശപ്പുണ്ടോ? ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. ഇങ്ങനെ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ ഉള്ള, അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ പരിഹരിക്കണം. അത് ഈ മദ്യപാനം നിർത്തിയിട്ടുള്ള ആളുകളുടെ കുടുംബാംഗങ്ങളും കൂടെ അറിയണം. ഇവർക്ക് മദ്യപാനം നിർത്തിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് നല്ല വിശപ്പുണ്ടാവും, എത്ര കഴിച്ചാലും തൃപ്തിപ്പെടുകയില്ല. അപ്പോൾ ആഹാരം നന്നായിട്ട് കൊടുക്കണം. അതുപോലെ അവർക്ക് ദാഹം ഉണ്ടാകും. അതുകൊണ്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് അവർ ചോദിക്കാതെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. അവരെ കുടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിപ്പിക്കണം, അല്ലാതെ മദ്യമല്ല കുടിപ്പിക്കേണ്ടത്. ഇനി 7ാമതായിട്ട് ക്രേവിങ് നിയന്ത്രിക്കാനുള്ള ചില മാർഗങ്ങൾ. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ അങ്ങനെയുള്ളവരെ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നടക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അവരിയ്ക്കാൻ സമ്മതിക്കരുത്, അവരൊരു 10-15 മിനിറ്റ് വരെ നമ്മൾ നടത്തുക. അതുപോലെ ആ വ്യക്തിയെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ വിളിച്ച് സംസാരിക്കാനായിട്ട്, ഫോണിലൂടെ സംസാരിക്കാനായിട്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മറ്റേ ആൾക്ക് കേൾക്കാനും അതിനൊരു ആശ്വാസം കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ കുടി നിർത്തിയ ആളുകൾ, ഈ ക്രേവിങ്സ്, മദ്യപിക്കണമെന്ന് വീണ്ടും ചിന്തിക്കുന്ന ആളുകൾ, അവരെ പരിശീലിപ്പിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കുടുംബാംഗങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് അവരുടെ വയറ് ചൊട്ടിച്ച് ശ്വാസം ഉള്ളിലേക്കടുപ്പിച്ച് ഇങ്ങനെ പതുക്കെ ആ ശ്വാസം ഇങ്ങനെ പുറത്തേക്ക് വിടാനായിട്ട്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴത്തിൽ ശ്വസിക്കുകയും മെല്ലെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു 4-5 പ്രാവശ്യം അത് ചെയ്യിക്കുക. അങ്ങനെ ചെയ്യിക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് അത് വലിയ റിലീഫായിരിക്കും. അവരുടെ ആ ക്രേവിങ്സിന്, മദ്യപിക്കണമെന്നുള്ള തോന്നലിന് ഒരു അയവ് കിട്ടും. അതേപോലെ തന്നെ അങ്ങനെയുള്ളവരെ ഒരു കാരണവശാലും മദ്യം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നിർത്തരുത്. അവരെ അവിടെ നിന്ന് മാറ്റി നിർത്തണം. അവരെ ബീവറേജിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ സോഷ്യൽ ഗ്യാതറിങ്സിൽ, മദ്യമുള്ള സോഷ്യൽ ഗ്യാതറിങ്സിലോ ഒന്നും കൊണ്ട് നിർത്തരുത്. അവരതിലേക്ക് വീണ്ടും വീഴുകയും വലിയ അബദ്ധം ഉണ്ടാകുകയും ചെയ്യും. യേശു കർത്താവ് പറഞ്ഞതുപോലെ, തന്നിലും ശക്തിയേറിയ 7 ദുരാത്മാക്കളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പോലെ, മുമ്പ് കുടിച്ചുകൊണ്ടിരുന്നതിനേക്കാളും 10 മടങ്ങ് അവർ കുടിക്കാൻ ആരംഭിക്കും. അപ്പം അങ്ങനെ ഈ ക്രേവിങ്സ് ഉള്ള ആളുകളെ സഹായിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, അവർക്ക് വേണ്ടി ഒന്ന് ചെറുതായിട്ട് പ്രാർത്ഥിക്കുക. ഒരു ദീർഘമായിട്ടുള്ള പ്രാർത്ഥനയോ അവരെ കുറ്റപ്പെടുത്തിയോ അല്ല, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും ആ വീട്ടുകാരെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരു വലിയ ശാശ്വതമായ സമാധാനം കൊടുക്കാൻ കാരണമായി. എന്നിട്ട് ആ വ്യക്തിയോട് തന്നെ ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ ഈ മോചനം തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് നീ കുടി നിർത്താനായിട്ട് ശ്രമിക്കുന്നത്? അപ്പോൾ ഇത് ആ വ്യക്തിയുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കാനും, ശരിയാണല്ലോ, ഞാൻ കുടി നിർത്താനായിട്ട് ശ്രമിക്കുകയാണല്ലോ, ഇനി ഞാൻ അതിലേക്ക് പോകരുതല്ലോ എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാകുകയും ചെയ്യും. വിഡ്രോവൽ, ക്രേവിങ്സ് എന്നിവ റിക്കവറിയുടെ സ്വാഭാവിക ഭാഗങ്ങളാണ്. അവയെ ഭയപ്പെടേണ്ടതില്ല, മനസ്സിലാക്കണം. ശരിയായ ചികിത്സ, ശാസ്ത്രീയമായിട്ടുള്ള അറിവ്, കുടുംബത്തിൻ്റെ പിന്തുണ, കൗൺസിലിംഗ്, ആരോഗ്യകരമായ ജീവിതശൈലി, ആത്മീയ പ്രോത്സാഹനം എന്നിവ ചേർന്നാൽ ദീർഘകാല മോചനം സാധ്യമാണ്. യഥാർത്ഥ വിജയം ഒരു ദിവസം മദ്യം കഴിക്കാതിരിക്കുന്നതിലല്ല, ഓരോ ദിവസവും പുതിയ ജീവിതം തിരഞ്ഞെടുക്കുന്നതിലാണ്. MBF ലൈഫ് റിക്കവറി പ്രോഗ്രാമിൻ്റെ ഈ സന്ദേശം വളരെ ലളിതമാണ്. മോചനം സാധ്യമാണ്, പ്രത്യാശ യാഥാർത്ഥ്യമാണ്. ഓരോ പുതിയ ദിവസവും പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു പടിയാണ്. നന്ദി, നമസ്കാരം.